എങ്ങോട്ടെങ്കിലും പോകണം എന്ന ചിന്ത അവസാനിച്ചത് മുൻകൂട്ടി നിശ്ചയിക്കാത്ത, പ്രതീക്ഷകളില്ലാത്ത വാൾപ്പാറ യാത്രയിലാണ്. പലപ്പോഴും ഇത്തരം യാത്രകളാവും ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. ചുരം കയറിയുള്ള യാത്രയും ചാറ്റൽ മഴയും കോടയണിഞ്ഞ കാടും തേയിലത്തോട്ടങ്ങളും കാഴ്ചകൾക്കതീതമായ നിമിഷങ്ങളാണ് ഒരുക്കിയിരുന്നത്. വാൽപ്പാറയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പൊള്ളാച്ചിയിൽ നിന്നുള്ള യാത്രയിൽ നമ്മെ വരവേൽക്കുക പല ഫോട്ടോകളിലും റീൽസിലും കണ്ട് പരിചിതമായ തണൽ മരങ്ങൾ നിറഞ്ഞ ഈ വഴിയാണ്. രാവിലെ 7:30 ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആനമലയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഈ വഴിക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ല ഹോട്ടലുകൾ കുറവാണ്. മോശമില്ലാത്ത ഭക്ഷണം, കുറഞ്ഞ വില. ഹോട്ടൽ അരുൺ. ഇവിടെ നിന്നും അരമണിക്കൂറിൽ ആളിയാർ ഡാം എത്തും. ആളിയാർ ഡാമിന് മുന്നിലൂടെയാണ് നമ്മൾ വാൾപ്പാറയിലേക്ക് പോവുക. ഞങ്ങൾ ഇവിടെ ഇറങ്ങാതെ നേരെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും വാൾപ്പാറയിലേക്കുള്ള എൻട്രി ചെക്ക് പോസ്റ്റ് എത്തും. ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് പോയിൻ്റ് കഴിഞ്ഞതും ആളിയാറിൻ്റെ വിശാലമായ കാഴ്ച നമുക്ക് മുന്നിലെത്തും. ഈ കാഴ്ച കണ്ട് മുന്നോട്ട് പോകുന്നത് മങ്കി ഫാൾസ് എന്നറിയപ്പെടുന്ന കവിയരുവി വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെയും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപ. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ടിക്കറ്റ് എടുത്ത് നല്ല ഭംഗിയുള്ള വഴിയിലൂടെ അല്പം നടക്കുമ്പോഴേക്കും വെള്ളച്ചാട്ടം കാണാം. വെള്ളം കുറവായിരുന്നു, എങ്കിലും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വസ്ത്രം മാറ്റാനുള്ള മുറികൾ ഇവിടുണ്ട്. വീണ്ടും മുന്നോട്ട് 40 ഹെയർ പിന്നുകൾ കയറി വേണം നമുക്ക് വാൽപ്പാറ ടൗണിലെത്തുവാൻ. മുന്നോട്ട് പോകുമ്പോൾ താഴെ ആളിയാർ ഡാമിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. 11ാം ഹെയർ പിൻ വളവിൽ നിന്നുള്ള കാഴ്ചയാണിത്. ബൈക്ക് ഇവിടെ നിർത്താൻ കഴിയുമെങ്കിലും മറ്റു വാഹനങ്ങൾ നിർത്താൻ ബുദ്ധിമുട്ടാണ്. ചെറിയ മഴ പെയ്യുന്നത് കാഴ്ച കുറച്ചുകൂടി സുന്ദരമാക്കുന്നതായി തോന്നി. ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട റൂട്ടാണിത്. നല്ല റോഡും സൈൻ ബോർഡുകളും യാത്രയുടെ അനുഭവം മികച്ചതാക്കുന്നുണ്ട്. ചെറിയ മഴ, തണുപ്പ്, ഒരു ചായയാകാം. മുകളിലേക്ക് കയറും തോറും മഴ കൂടി വരുന്നുണ്ട്, ഒപ്പം കോടയും തണുപ്പും. പ്ലാൻ ചെയ്യാത്ത യാത്രയായിരുന്നതിനാലും മഴ പ്രതീക്ഷിക്കാത്തതിനാലും റെയിൻകോട്ട് എടുത്തിരുന്നില്ല. എന്നാലും ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയ സമയം. വാൽപ്പാറയിലേക്ക് പലവട്ടം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാഴ്ച ആദ്യമാണ്. കോട മൂടിയ വഴികളിലൂടെ പതിയെ ബൈക്ക് ഓടിക്കുമ്പോഴുള്ള അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മുന്നോട്ട് പോകുന്തോറും കോടമഞ്ഞ് കൂടി വരുന്നുണ്ട്. തൊട്ടു മുന്നിലുള്ളത് പോലും കാണാൻ കഴിയാതിരുന്നപ്പോൾ വണ്ടി പതുക്കെ നിർത്തി. ഇതുവരെ അനുഭവിക്കാത്ത കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. ഈ യാത്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ. മഴ കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി പോയപ്പോഴേക്കും തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. മഞ്ഞിൽ മൂടിയ തേയിലത്തോട്ടങ്ങൾ.
ഇത് വാട്ടർഫോൾസ് എസ്റ്റേറ്റ്. ഈ ലൊക്കേഷൻ വാൾപ്പാറയുടെ ഐക്കണിക്കായ സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടെ നിന്നും നിങ്ങൾക്കൊരു ചായ കുടിക്കാം. വാൽപ്പാറ ടൗൺ എത്തുന്നതിന് മുൻപുള്ള ഒരു പ്രധാന വ്യൂ പോയിൻ്റാണിത്. മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നതിനാൽ ദൂരക്കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നനഞ്ഞിരുന്നു. നല്ല തണുപ്പും. ഇവിടെ കണ്ട ചെറിയ കടയിൽ നിന്നും ചൂട് ഓംലെറ്റും കഴിച്ച് വാൽപ്പാറ ടൗണിലേക്ക്. ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ കാണും ടൗണിലേക്ക്. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില കാഴ്ചകളാണ്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.